ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നൊരു യൂസ്ഫുൾ ടിപ്പാണ്. നമുക്കെല്ലാം ഒരുവിധം എല്ലാവർക്കും ആപ്പിൾ ഡിവൈസ് ഉണ്ട്, ആപ്പിൾ ഫോണുകളുണ്ട്. അതിൽ നിന്ന് വിൻഡോസ് OSലേക്ക്, അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് ഫയലുകൾ മാറ്റാൻ വളരെ പാടാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഇതുവരെയായിട്ടും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ഇന്നൊരു സൊല്യൂഷൻ ഞാൻ പറയുകയാണ്. നമുക്ക് 3U ടൂൾസ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ iOSൽ നിന്ന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്ക് നമ്മുടെ എല്ലാ ഫയലുകളും മാറ്റുകയും ചെയ്യാം. അതുപോലെ സിസ്റ്റത്തിലുള്ള ഫയലുകൾ നമുക്ക് തിരിച്ചു കയറ്റുകയും ചെയ്യാം. അതുപോലെ നമുക്ക് റിംഗ് ടൂണുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. അതിൻ്റെ സെക്യൂരിറ്റി വശങ്ങൾ അതിന് നിങ്ങൾ മാത്രമായിരിക്കും റെസ്പോൺസിബിൾ. ഞാൻ ഓൾറെഡി ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റും ചെയ്തു. നിങ്ങളുടെ സിസ്റ്റത്തിലും നിങ്ങളുടെ മൊബൈലിലും ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇമ്പോർട്ടും എക്സ്പോർട്ടിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രമായിരിക്കണം. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാം ചെയ്യാം നമുക്ക്. പക്ഷേ സെക്യൂരിറ്റി അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ. ഇത് ഞാൻ എടുത്തോളാം, എൻ്റെ ഫോണിൽ ചെയ്യുന്നതാണ് കാണിച്ചത്. നമ്മൾ 3Uൻ്റെ വെബ്സൈറ്റിൽ കയറുക, 3U ടൂൾസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഫസ്റ്റ് തന്നെ ഡൗൺലോഡിങ് കിടപ്പുണ്ടാകും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഈ ബ്ലാങ്കറ്റ് സ്ക്രീൻ വന്നേക്കുന്ന ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആപ്ലിക്കേഷനിൽ പോവുക. അതിൻ്റെ സോഫ്റ്റ്വെയറിൽ ചെല്ലുമ്പോൾ 3U ടൂൾസ് ഇങ്ങനെ എഴുതി കാണിച്ചൊരു സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്പിൾ ഫോണും ഇതും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൽ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ലോഡാവാൻ കുറച്ച് സമയം എടുക്കും, ഒരു 2-3 സെക്കൻഡൊക്കെ എടുക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കാണിക്കും. അപ്പോൾ ഡീറ്റെയിൽസ് വന്ന് കഴിയുമ്പോൾ ഏത് വേർഷൻ, ഏത് ഫോൺ എല്ലാം കാണിച്ചു തരും. അപ്പോൾ നമുക്കിതിൽ സൈഡിൽ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ, ഫോട്ടോസ്, മ്യൂസിക് എല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ OS വേർഷൻ ഏതാണെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. ചാർജ്, വാറണ്ടി അവൈലബിൾ ആണ്, അതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ബാറ്ററി പെർസെൻറ്റേജ് വരെ ഇതിൽ കാണിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഫോട്ടോ നമുക്ക് ഫോണിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വീഡിയോയോ ഇമേജോ എങ്ങനെ വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യാം. ഫുള്ള് ആയിട്ടോ ഒരു ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ടോട്ടൽ ഫോട്ടോസും വീഡിയോസും ഒരുമിച്ച് ചെയ്യാം. അതിന് ഏതാണ്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അത് എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അത് ഫോൾഡർ സെലക്ട് ചെയ്യുക. ഫോൾഡർ സെലക്ട് ചെയ്തത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ലൊക്കേഷൻ അപ്പോൾ തന്നെ കാണിക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓൾറെഡി എക്സ്പോർട്ട് ആയി കഴിഞ്ഞു. പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വഴി പറഞ്ഞുതരാം. ഇമേജ് എന്തായാലും വന്നിട്ടുണ്ട്. ഈ പാനോരമിക്കാണ് നമ്മൾ ഓൾറെഡി അതിൽ കണ്ടാണ് മൊബൈലിൽ. ഓക്കെ, ഇതിൽ പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം നമ്മൾ കൊടുക്കണം. അത് സെറ്റിങ്സിൽ പോയിട്ട് എക്സ്പോർട്ട് സെറ്റിങ്സ് നിങ്ങൾ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കണ്ടോ, ആ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ അത് കൊടുത്തിക്കണം. ഇനി നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് നമുക്കൊരു വീഡിയോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എന്തെങ്കിലും നമുക്ക് ഒരെണ്ണം ഇമ്പോർട്ട് ചെയ്ത് നോക്കാം നമ്മുടെ മൊബൈലിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. മൊബൈലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. ഞാൻ ഈ ഇമേജ് എടുക്കാൻ പോകുന്നത്, ഇത് ഞാൻ മൊബൈൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഇത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഇമേജാണോ വേണ്ടത് ആ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഡൗൺലോഡ്സ് ചെയ്യുന്നൊരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു പർട്ടിക്കുലർ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാൾ ആയിക്കോളും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈലിലേക്ക് വരിക. മൊബൈലിൽ പിക് ടൂൾസ് ഓപ്പൺ ചെയ്യുക. അതിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മൊബൈലിലേക്ക് പിക്ചർ ഇമ്പോർട്ടായി കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ നോക്കിക്കോ. ആ ഇമേജ് ഞാനിപ്പോൾ കാണിച്ചിട്ട്, ഈ ഇമേജാണ് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്. ഞാൻ ഐഫോൺ മേടിച്ചപ്പോൾ മുതലൊന്ന് ശ്രമിക്കുന്ന ഈ റിംഗ് ടൂൺ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന്. അതിനും കൂടി ഒരു സൊല്യൂഷനാണ് ഈ 3U ടൂൾസ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ നമുക്ക് ഐഫോണിൽ നമുക്ക് പാട്ടുകൾ റിംഗ് ടൂണായിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക്
റിംഗ് ടൂൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. അത് സെലക്ട് ചെയ്യുക. അതിപ്പം അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുമ്പം നമുക്ക് സി ഒരു ഫോൾഡറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പാത്ത് കാണിക്കും. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ സി എന്ന് പറഞ്ഞ ഫോൾഡറിൽ റിംഗ് ടൂൺ അതിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിയിൽ റിംഗ് ടൂണ് റിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ ഓൾ ഫയൽ കൊടുത്തെങ്കിൽ മാത്രമേ അത് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ. എന്നിട്ട് ഇതിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് താഴെ കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ താഴെ ബോട്ടം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, റിംഗ് ടൂൺ സെറ്റ് ചെയ്യുക. ഇപ്പം നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്ത് അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പാട്ട് സെലക്ട് ചെയ്തു, ഇതിലേക്ക് റിംഗ് ടൂൺ ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് റിംഗ് ടൂൺ അല്ല അലേർട്ട് വോളിയം അതിൽ വന്നിട്ട് വോളിയൊക്കെ സെറ്റ് ചെയ്യുക. അതെന്ന് വെച്ചാൽ ടൂൺസ് എടുത്തു കഴിയുമ്പോൾ ടൂൺസിൽ നമ്മുടെ നോർമൽ ടൂണുകളുണ്ടല്ലോ അതിൻ്റെ ഒപ്പം നമ്മൾ സെലക്ട് ചെയ്ത പാട്ടുകൾ കിടപ്പുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട. ഓൾറെഡി ഇതിൽ വന്ന് കിടപ്പുണ്ട്, BTSൻ്റെ പാട്ട് കിടപ്പുണ്ട്. നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. വേറൊരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഐഫോണിൽ ഫോർമാറ്റും ബാക്കിയുള്ള ഫോർമാറ്റുകളും ഫോട്ടോ ആയിട്ട് വീഡിയോ ആയിട്ട് ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ സിസ്റ്റത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പം അതിൻ്റെ ക്വാളിറ്റിയും ഒറിജിനൽ വേണോ അതോ കൺവേർട്ട് ചെയ്തിട്ട് വേണോ അതൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് അതിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലുണ്ടാവും സെറ്റിങ്സ്, നിങ്ങൾക്കത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് OS അപ്ഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഇത് നോർമൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് മീൻസ് വിൻഡോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിനുള്ള എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.